നമ്മൾ ആരും വിഗ്രഹങ്ങളെ ദൈവമായിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞായിരുന്നോ? അതാണ് ഇതിന്റെ വരികൾക്കിടയിൽ വായിച്ചെടുക്കേണ്ടത്. നമ്മൾ ആരും വിഗ്രഹങ്ങളായിട്ട് കാണാൻ പാടില്ല, നമ്മൾ മനുഷ്യരായി കാണണം. അതുകൊണ്ട് അങ്ങനെ വിഗ്രഹങ്ങളായി കണ്ടത് കൊണ്ട് വന്ന പാളിച്ചയാണ് അത് അഭിരാമിനെ ധീരനിൽ വലിയൊരു പാളിച്ച പറ്റി. ധീരൻ ഒരു പരാജയമായിരുന്നു അതിന്റെ അകത്ത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഗ്രഹങ്ങളായിട്ട് എല്ലാവരും കാണുമ്പോ പറഞ്ഞ ശരി. നമ്മളെ ഇപ്പൊ എന്നെയോ മനോജനെ സുധീഷിനെ അശോകനെയൊക്കെ വിഗ്രഹങ്ങളായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവമായിട്ട് കാണുക എന്നുള്ളതാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യം. എന്നെ നിങ്ങളിൽ ഒരാളായിട്ട് കാണുക. അതെ, നിങ്ങൾ ഒരാളായിട്ട് ഇത് എന്നുപോലെ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയത് അടുത്ത കാലത്താണോ? വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലേ. വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അല്ല, എന്ത് മുതലാണ് ഒരു കോമൺ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു. കോമൺ ആയിട്ട് ഉദാഹരണമല്ല ഞാൻ പറഞ്ഞു, വളരെ സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ട് അഭിരാം അതിങ്ങനെ നോക്കി എന്നെ നോക്കി കണ്ണിറക്കി കാണിച്ചത് എനിക്ക് ഇഷ്ടമായി. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അത് ജഗദീഷ് എനിക്ക് അതിന്റെ അസുഖം ഉണ്ടായിരുന്നു.